എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സീരീസ് ടെസ്റ്റ് 2 ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസ് ടെസ്റ്റ് 1ൽ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആയിരുന്നു. അപ്പം ഇന്ന് രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടെസ്റ്റാണ്, അതായത് ചാപ്റ്റേഴ്സ് 9 to 15, അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഇത്രയാണ് ഇന്നത്തെ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ടൈം 1.5 മണിക്കൂറാണ്. ടോട്ടൽ മാർക്സ് 40 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടത്തക്ക വിധത്തിൽ എത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇത് 1.5 hours പുറമെയാണ് 15 മിനിറ്റ്സ്. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യുക. അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തത് 1 to 4, ക്വസ്റ്റ്യൻ 1 to 4 ക്യാരീസ് 1 സ്കോർ ആണ്. അതായത് 1 മാർക്കിൻ്റെ ഈസി ആയിട്ട് 4 മാർക്ക് നമുക്ക് പോക്കറ്റിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. മെൽറ്റിംഗ് പോയിന്റ് ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇതൊക്കെ. For small deformations of stress and strain are proportional to each other. This is a statement of dash. Question 3. The physical quantity that remains unchanged when a sound wave goes from one medium to another is. Question 4. Bernoulli's equation for steady, non-viscous, incompressible flow expresses the. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ഡെൻസിറ്റി, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് എനർജി, ഏതാണെന്ന് ചൂസ് ചെയ്യുക. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ 5 to 8 ക്യാരീസ് 2 സ്കോർ. The stress strain graph of two bodies A and B are given in figure. 2 ഗ്രാഫ് നോക്കുക. Which of the material has greater Young's modulus? അപ്പോൾ ഞാൻ ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പം കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോക്കസ് ഏരിയയിൽ ഇത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞതാണ്, ഫോക്കസ് ഏരിയയിൽ ഹുക്സ് ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഹുക്സ് ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇല്ലാതെ ഹുക്സ് ലോ ഇല്ല. അത് അന്ന് പറഞ്ഞതാണ് ഞാൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ നടന്ന ഒരു എക്സാമിൻ്റെ പേപ്പറാണ്. അപ്പം അവിടെ കിട്ടുന്ന ഇൻസ്ട്രക്ഷനിലും വലുതായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻസും ഇല്ല. അവിടെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണിക്കുന്നത്. അപ്പം യങ്സ് മോഡുലസ് വരും. യങ്സ് മോഡുലസ് എല്ലാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും വരും. കാരണം ഹുക്സ് ലോ എന്ന് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേർഡ് ബൈ വേർഡ് നോക്കരുത്. ടീച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് കേട്ട് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്? വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽസ് ഈസ് പ്രിഫറബിൾ ടു ബി യൂസ്ഡ് ആസ് എ റോപ്പ് ഇൻ എ ക്രെയിൻ? Redraw the graph and mark the regions in the graphs where the elastic force is strictly conservative. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രാഫുകളെ എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിന് 2 മാർക്കാണ്. ക്വസ്റ്റ്യൻ 6. Define simple harmonic motion. Write a mathematical expression for an SHM, simple harmonic motionന്റെ mathematical expression. ഇത്രയും ഈസി ആയിട്ട് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വരാനില്ല. എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോം. നല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഫോർ എ പ്രോഗ്രസീവ് വേവ് ട്രാവലിംഗ് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ്. ഡിഫൈൻ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓർ ആംഗുലാർ വേവ് നമ്പർ. ഡെഫിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷനും എഴുതണം. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് 9 to 12 ക്യാരീസ് 3 സ്കോർ. Hydraulic lift is used to lift a heavy load. What is the working principle of hydraulic lift? State the law. Explain the working of hydraulic lift. നമ്മുടെ ക്ലാസ്സിൽ ഫ്ലൂയിഡ്സിൻ്റെ ചാപ്റ്റർ ഞാൻ ഒറ്റ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫോക്കസ് ഏരിയ മാത്രം. പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും വേഗം അത് പോയിട്ട് പഠിക്കാം. അതിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ 10. A string fixed one end is suddenly brought into up and down motion. What is the nature of the vane produced in the string and name the wave?
A brass wire, what is the nature of the wave? What is the nature of the wave produced? അതായത് longitudinal ആണോ transverse ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. A brass wire 1 meter long has a mass 6 into 10 raised to minus 3 kilograms. If it is kept at a tension of 60 Newton, what is the speed of the wave on the wire? നമ്മുടെ direct equation substitution, tension തന്നിട്ടുണ്ട്, mass തന്നിട്ടുണ്ട്. അപ്പം സ്പീഡ് ആ എക്സ്പ്രഷൻ മാത്രം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 6ഉം 60ഉം ആണ്. അപ്പം കാൽക്കുലേഷനും വളരെ ഈസി ആയിരിക്കും. Question 11. Derive the expression for work done in isothermal process. Question 12. A simple harmonic motion is represented by x of t is equal to a cos omega t. What do you mean by simple harmonic motion? അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ് പഠിക്കാത്തവർ പെട്ടു. ഇവിടെ ഉണ്ട്, അതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കാത്തവർക്ക് അത്രയും മാർക്ക് പോയി, പഠിച്ചവർക്ക് ഡബിൾ. ഓക്കെ, ബിക്കോസ് ഏത് ക്വസ്റ്റ്യൻ എഴുതിയാലും നമുക്ക് 40 മാർക്ക് എത്തണ വരെ എഴുതിയാൽ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രശ്നമേ അല്ല. അപ്പം ആ ക്വസ്റ്റ്യൻ പഠിച്ചവർക്ക് അവിടെ എഴുതാം, ഇവിടെ എഴുതാം, ഒരേ ആൻസർ. അടുത്തത് അതേ ക്വസ്റ്റ്യൻ്റെ പാർട്ട്. An SHM has amplitude A and time period t. What is the time taken to travel from x is equal to a to x is equal to a by 2? Question 13 to 16 carries 4 score. 4 മാർക്കാണ് ഓരോന്നിനും. അപ്പോൾ 16 മാർക്ക് ഇവിടെ ഒറ്റയടിക്ക് കിട്ടും. 2 accidents are happened. The first one with water at 100 degrees Celsius and the second one with steam at 100 degrees Celsius. Which is dangerous? Burn due to water at 100 degrees Celsius and burn due to steam at 100 degrees Celsius. Why? നമ്മൾ കൈ പൊള്ളുന്ന തിളച്ച വെള്ളത്തിൽ കൈ പൊള്ളിയാലാണോ ഇതിൽ സ്റ്റീം വന്നിട്ട് കൈ പൊള്ളിയാലാണോ അധികം പ്രശ്നമാവുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴാണ് ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ പഠിക്കുന്നത്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ is 536 calorie per gram. Explain the idea of latent heat of vaporization. Find the heat required to convert 1 gram of ice at 0 degrees Celsius to steam at 100 degrees Celsius. അത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. Question 14. A wave traveling along a string is described by y of xt is equal to 0.005 sin x 80x minus 3t, in which the numerical constants are in SI unit. എന്ന് വെച്ചാൽ നമ്മൾ ഈ 0.005 മീറ്റർ 80 റേഡിയൻ പെർ മീറ്റർ ആൻഡ് 3 റേഡിയൻ പെർ സെക്കൻഡ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ എക്സാം അത്രയും സിമ്പിളായിട്ട് ആയിരിക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും നമ്മൾ SI യൂണിറ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ ഇത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ അവിടെ തന്നിരിക്കേണ്ടത്, അത് അറിയാത്ത ഒരാൾക്ക് കൂടി ഈ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറിയാം, അതൊരു ലെങ്ത്തോ അല്ലെങ്കിൽ ഡിസ്റ്റൻസോ ആയിരിക്കും അവിടെ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇന്ന് കോമൺ സെൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്, ദ വേവ് ലെങ്ത്, ദ പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ്. അത് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇത് സ്ട്രിങ്ങിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുമാണ് ഇത് മുഴുവൻ എഴുതാൻ. The period and frequency. Calculate the displacement y of the wave at a distance x is equal to 30 cm and time t is equal to 20 seconds. Question number 15. Derive the expression for period of oscillations of a simple pendulum. What is the length of a simple pendulum which ticks seconds? Or what is the length of a seconds pendulum? That's a sure question ആണ്, sure ആണ്. 16th question. Show that the average kinetic energy of molecule is proportional to the absolute temperature of the gas. Kinetic theory എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. Question 17 to 18 carries 5 score. അപ്പോൾ രണ്ടും അറിയുമെങ്കിൽ നമുക്ക് 10 മാർക്ക് നമ്മുടെ പോക്കറ്റിൽ ഇവിടുന്ന് തന്നെയാവും. The flow of an ideal fluid in a pipe of varying cross section is shown. State and prove Bernoulli's principle. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ക്ലാസ് ഞാൻ ഇട്ടതിൽ മേജറായിട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണെന്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ. കാണാത്തവർ അത് കണ്ട് എത്രയും പെട്ടെന്ന് പഠിക്കുക, ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. 5 മാർക്കാണെന്നുള്ളത് കൂടി ഓർമ്മിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18. Figure given below depicts the schematic representation of an engine. Which type of engine is this? A heat engine or a refrigerator? Write the 4 steps of operation in the Carnot cycle. A Carnot engine is working between temperatures of
27 degrees Celsius 7 and 327. Find efficiency eta. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആൻസറൊക്കെ എഴുതിയിട്ട് എൻ്റെ ഈ കാണിക്കുന്ന ഇമെയിൽ ഐ ഡി sudharmasphysicsclassroom@gmail.com എന്നുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്തവർക്കൊക്കെ ഞാൻ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് അയക്കുന്നതായിരിക്കും. നിങ്ങൾ തെറ്റിയ ആൻസറിൻ്റെ ആൻസർ കീയും അയച്ചു തരുന്നതായിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. നന്നായിട്ട് പഠിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസർ അറിയുന്നില്ല എന്ന് വെച്ചോളൂ, അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാവും. എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ല ഇരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എങ്കിലും ആൻസർ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാം ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും, ഇതിൽ ഒരുപാടൊന്നും ന്യൂമറിക്കലൊന്നും ഇല്ല, എല്ലാം തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ഉണ്ട് ചാനലിൽ, അതെടുത്ത് കാണുക. ഓക്കെ, പഠിക്കുക. അതിലുള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ടുള്ള എക്സാം എഴുതുക, ടെൻഷനൊന്നും ഇല്ലാതെ എഴുതുക. അടുത്തതായിട്ട് നിങ്ങളുടെ +1 എക്സാം കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് നമ്മൾ ഫിസിക്സ് ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, എക്സാമിന് വേണ്ടി കാത്തു നിൽക്കരുത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമാതിരി എല്ലാവരും ബുദ്ധിമുട്ടുന്നത് അതിനാണെന്ന് നന്നായിട്ട് അറിയാം. എക്സാം വരുമോ ഇല്ലയോ നോക്കി പഠിക്കാതിരുന്നു. പക്ഷേ അത് ചെയ്യരുത്. +2 നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയറാണ്. അപ്പം ആദ്യം മുതലേ പഠിക്കുക. ആരും പഠിപ്പിച്ചില്ല, അവർ പഠിച്ചില്ല എന്നൊന്നും പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്ത് നിൽക്കാതെ തന്നെ പഠിക്കുക. കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്തിട്ട്, എല്ലാ റിസോഴ്സസും യൂസ് ചെയ്തിട്ട്. അപ്പം റെഗുലറായിട്ട് 3 ക്ലാസ്സാണ് ആഴ്ചയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പം +1 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഫുൾ എനർജി റീചാർജ്ഡ് ആയിട്ട് നമുക്ക് +2 തുടങ്ങാം. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. നന്നായിട്ട് എഴുതുക എക്സാം എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ നേരത്തെ കാണിച്ചത് ഈ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഇടാം. sudharmasphysicsclassroom@gmail.com ആണ്. അപ്പം അതിൽ ഞാൻ ഇടാം. അതിൽ നിങ്ങൾക്ക് അയക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആൻസർ ഷീറ്റ് അതിലേക്ക് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.